കൊല്ലത്തും ഫുട്ബോൾ ആവേശത്തിന്റെ തിരയിളക്കമാണ്. തീരപ്രദേശങ്ങളിലും ബിഗ് സ്ക്രീൻ ഉൾപ്പെടെ വലിയ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ശ്രീകുമാറും ഷിജു മോഹനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനൊരു പാചകപ്പുരയിലാണ്. നാളെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും അല്ല ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം പകർന്നുകൊണ്ട് ഈ തങ്കശ്ശേരിയിലെ ഫുട്ബോൾ പ്രേമികൾ എല്ലാവർക്കും ബിരിയാണിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ സംഘാടകരോടൊന്ന് ചോദിക്കാം, എന്താ ആവേശമൊക്കെ ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയാവുകയാണോ? ബിരിയാണി കൊടുക്കാം എന്ന രീതിയിൽ നമ്മൾ അർജന്റീന ജയിക്കുമോ, സ്പെയിൻ തോക്കുമോ, അല്ലെ സ്പെയിൻ ജയിക്കുമോ, അർജന്റീന തോക്കുമോ, അതൊന്നുമല്ല. നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കുക. എല്ലാ ആവേശമായിട്ടുള്ള ഫുട്ബോളിനെയും എല്ലാ ഫുട്ബോൾ പ്രേമിനെയും നമുക്ക് നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും തന്നെ തങ്കശ്ശേരിയിൽ കളങ്ങൾ 16, റൊണാൾഡോസ്, അതുപോലെ അർജന്റീന ആരാധകർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ് ഉൾപ്പെടെ നമുക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ടീമിന്റെ അകത്ത് പല ഫാൻസ് ഉണ്ട്, അപ്പൊ എല്ലാരും ഫണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാരും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാരും നമ്മുടെ കൂടെ സഹകരിക്കും. സ്പെയിൻ ആരാ ഉള്ളത്? സ്പെയിൻ ആരാധകരുണ്ട്, പക്ഷേ കുളിക്കാൻ പോയിരിക്കും. ഇത് എങ്ങനെയാണ് ഇന്നത്തെ ആവേശം? എങ്ങനെയാ ഇന്നത്തെ ആവേശം? നല്ല ആവേശമാണ്. ഇപ്പൊ കണ്ടില്ല, നമ്മള് ഫാൻസിന്റെ ഇതിൽ ബിരിയാണി വിതരണം രാത്രിയുണ്ട്. പിന്നെ അമേരിക്കയിലാണ് കളിയെങ്കിലും ആവേശം തങ്കശ്ശേരിയിലാണ്. എല്ലാ വർഷം ബിഗ് സ്ക്രീൻ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ TFയുടെ നേതൃത്വത്തിൽ ബിഗ് സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട് തീരദേശത്ത്. അപ്പൊ അടിച്ചു പൊളിക്കാൻ തന്നെ റെഡി ആയില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? അതെ അതെ, ബ്രസീൽ ആരാധകരുണ്ട്. നിങ്ങൾ ബ്രസീൽ ആരാധകർ ഇത്തവണ ആർക്കായിരിക്കും പിന്തുണ? ഇങ്ങോട്ട് നോക്കിയത് അർജന്റീനയ്ക്ക് സപ്പോർട്ട് ആയിരിക്കും. ലാറ്റിൻ അമേരിക്കൻ ശക്തി എന്നുള്ള രീതിയിൽ അർജന്റീനയ്ക്ക് കൊടുക്കുകയാണല്ലേ? ഉറപ്പായിട്ടും അർജന്റീനയ്ക്ക് ഞങ്ങളെ ഫുൾ സപ്പോർട്ട്. എന്തായാലും വലിയ ആവേശമാണ്. ഇവിടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം യുവജനങ്ങളുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ്. അവരാണ് ഇവിടെ എത്തുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് മുഴുവൻ ബിരിയാണി വിതരണം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അപ്പുറത്ത് താണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കുവാണ്. അങ്ങനെ കൊച്ചു മെസ്സിയും കൊച്ചു CR7 അങ്ങനെ കൊച്ചു നെയ്മറും ഒക്കെ ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നാളെ നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? എന്താ കാര്യം? ലീവ് കിട്ടി. അപ്പൊ അടിച്ചു പൊളിക്കാമല്ലോ ഇന്ന് രാത്രി. നിങ്ങൾക്ക് വിഷമായിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോയില്ല? മന്ത്രിയും എല്ലാരും നിങ്ങൾ കേട്ടോ? സന്തോഷമായോ? അപ്പം ഇന്ന് ആരാണ് ജയിക്കുക? പിന്നെ നാളെ സ്കൂളിൽ പോകണ്ടെന്നുള്ള വലിയ സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഉറങ്ങുന്നില്ലല്ലേ? അപ്പൊ എന്താ പറയുന്നത്, വാമോസാണോ? അപ്പൊ വലിയ ആവേശമാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തവണ മെസ്സി കപ്പ് തൂക്കും. കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിഗ് സ്ക്രീനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെയും PC വിശ്വനാഥിന്റെയും നേതൃത്വത്തിൽ ബിഗ് സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. കായിക പ്രേമികൾക്ക് ഒപ്പം കൊല്ലം പ്രസ് ക്ലബ്ബിൽ, കൊല്ലം കടപ്പുറത്ത്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ക്ലബ്ബുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ബിഗ് സ്ക്രീനുകൾ അടക്കമെടുക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ നേരത്തെ വിഷ്വലിൽ കണ്ടതുപോലെ തന്നെ പായസ വിതരണവും അതുപോലെ തന്നെ ബിരിയാണി വിതരണവും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വിശ്വകിരീടത്തിന് വേണ്ടിയുള്ള ആവേശകരമായ പോരാട്ടത്തിൽ കൊല്ലവും പങ്കുചേരുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം തങ്കശ്ശേരിയിൽ നിന്നും ഷിജു മോഹൻ CS-നോടൊപ്പം B. ശ്രീകുമാർ.